ശ്രീമതി പ്രമീള ദേവി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ ഒരുത്തൻ ഇപ്പോഴും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവിടെ സജീവമായുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തിന്റെ സംരക്ഷണത്തോടുകൂടി. അതെ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അന്ത്യമാണിത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് അവരനുഭവിച്ച ദുരന്തത്തെക്കുറിച്ച് പരാതി പറയാൻ നേരിട്ട് സമൂഹ മധ്യത്തിലെത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുകയാണ്. മാത്രമല്ല, അയാൾ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ മാത്രമല്ല സജീവമായിരിക്കുന്നത്, താങ്കൾ പറഞ്ഞതുപോലെ അയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇപ്പോഴും സജീവമാണ്. അയാളെ പിന്തുണയ്ക്കുന്നവർ, അയാളെ ന്യായീകരിക്കുന്നവർ, അയാളുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ, ഇതൊക്കെ നിർലജ്ജം തുടരുകയാണ്. കേരളത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ, ഇത്രമാത്രം പ്രാകൃതമായ കാടൻ അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ, നമുക്ക് ഈ നാടിനെ കുറിച്ചൊന്നും അഭിമാനിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ അംഗമാണ് ഞാൻ എന്ന് പറയാൻ എന്തെങ്കിലും മാന്യത അവശേഷിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ബുദ്ധിമുട്ടായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ അഭിമാനവും വ്യക്തിത്വവും ഉള്ള ഏതെങ്കിലും വ്യക്തി, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുക എന്നത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയാൽ എന്താണ് അയാളുടെ സാന്നിധ്യം നൽകുന്ന സന്ദേശം എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഏത് പെൺകുട്ടിയെയും ഏത് സ്ത്രീയെയും പീഡിപ്പിക്കാം. അവർക്ക് അവരുടെ ദുരന്തങ്ങളോട്, ദുരനുഭവങ്ങളോട് പോരാടിക്കൊണ്ട് അങ്ങേയറ്റം കഷ്ടപ്പാട് സഹിക്കുമ്പോൾ തന്നെ ഈ ദുരന്തങ്ങൾ വരുത്തി വെച്ച ആൾക്ക് നേതൃപദവിയിൽ തുടരാം. ഇത്തരം ഭീകരമായ സന്ദേശങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ ചുമതലകളിൽ നിന്നും, പാർട്ടി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും മാത്രമല്ല മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം. അയാളെ ഒറ്റപ്പെടുത്തണം. അയാളോട് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് നാളെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കുമുള്ള ഒരു പാഠമായിരിക്കണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, പോലീസ് വിൽ ടേക്ക് ചാർജ്, പോലീസ് വിൽ ടേക്ക് കെയർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ് രാഹുലിന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹൂ കേഴ്സ് എന്ന ചോദ്യമാണ്. പോലീസ് വിൽ കെയർ. മിസ്റ്റർ രാഹുൽ, ഈ നിമിഷത്തിൽ അതിജീവിതയുടെ ഈ നിയമ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും പൊതുസമൂഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോന്നിവാസത്തിന്, ഈ ക്രൂരതയ്ക്ക് മാപ്പില്ല.